ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള ഒരു മധുരമുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ ഈ ഹലുവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണണ്ടേ? അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. കൂടാതെ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണം കേട്ടോ. ഈ രുചികരമായിട്ടുള്ള ഈ ഹൽവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 240 ml കപ്പിലാണ് ഞാൻ ഈ ചമ്പ അവിലാണ് എടുത്തത്. ബ്രൗൺ അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് നേരം ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് ക്രിസ്പി ആയിട്ട് വരും. ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ആ പരുവമാകുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ 1/2 കപ്പ് പൊട്ടുകടലയാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇനി അവിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചുകൊണ്ട് വരാം. അതുപോലെ തന്നെ പൊട്ടുകടലയും ഇതേപോലെ മറ്റൊരു പാത്രത്തിലേക്ക് പൊടിച്ച് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഹൽവ ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അതുകൊണ്ട് ഞാനിവിടെ 2.5 കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതേ അളവിൽ തന്നെ 2.5 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തേങ്ങാപ്പാൽ ഞാൻ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ നമുക്ക് കടായിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി മധുരത്തിനായിട്ട് ഞാൻ ശർക്കരയാണ് എടുക്കുന്നത്. 1 കപ്പ് ശർക്കര ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കത് പാനിയാക്കി മാറ്റി വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ നേരത്തെ ചെയ്തു വെച്ച ശേഷം നമുക്ക് ഹലുവ തയ്യാറാക്കാൻ ആരംഭിക്കാം. ഇനി കടായിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള അവിലും അതുപോലെ പൊട്ടുകടലയുടെ പൊടിയും രണ്ടും കൂടെ ഇട്ട് കൊടുത്ത ശേഷം തീരെ കട്ടകളില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകൾ ഉണ്ടാകാതിരിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇത് കുറുക്കാൻ ആരംഭിക്കാം. മീഡിയത്തിലും താഴെ ഫ്ലെയിം വെച്ച് വേണം ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ. കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. 2-3 മിനിറ്റിനകം ഇത് നമുക്കൊന്ന് കുറുകി വരും. ഇപ്പോൾ മീഡിയത്തിലും താഴോട്ട് നമുക്ക് ഫ്ലെയിം ആക്കി വെക്കണം. പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് കടായിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായി കുറുകി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കര പാനി ഒഴിക്കുന്ന ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി കേട്ടോ, സോറി. അപ്പോൾ ഇതുകൂടെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇവിടെ ആ മിക്സ് ഇവിടെ തിളയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഇതുപോലെ നന്നായിട്ട് അടി പിടിക്കാതെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് ഒരു ബോളായിട്ട് വരുന്നത് വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാനിവിടെ കശുവണ്ടി പരിപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു ബോൾ പോലെ വിട്ട് വരണം. അതേസമയം നമുക്ക് ആ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണ ഇങ്ങനെ കിനിഞ്ഞ് വരുന്നതായിട്ട് കാണണം. അതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. ഇതുപോലെ ബോളായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് തീയിൽ നിന്ന് മാറ്റി നെയ്മയം തൂവിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നെയ്മയം തൂവി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുമാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. നെയ്യോ എണ്ണയോ ഒന്നും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങാപ്പാലിൽ നിന്നുള്ള ആ എണ്ണയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഹൽവ തയ്യാറായിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇതുപോലെയുള്ള പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.